ഈ ലോകത്ത് ഓരോ മനുഷ്യർക്കും ഓരോ മോൺസ്റ്റർ ഉണ്ട്. മനുഷ്യരുടെ പ്രവൃത്തിക്കനുസരിച്ച് ആ മോൺസ്റ്റർ വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. ഈ കുഞ്ഞ് നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ അമ്മയുടെ മോൺസ്റ്റർ ഒരു ടോയ് കൊടുക്കുന്നു. അതല്പം ചെറുതാവുന്നു, പക്ഷെ കുഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ല. അടുത്തതായി അച്ഛന്റെ മോൺസ്റ്റർ അടുത്ത ടോയ് കൊടുക്കുന്നു. എന്നിട്ടും കുഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ല. എത്രയൊക്കെ ടോയ് കിട്ടിയിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നേയില്ല. അവസാനം അച്ഛന്റെ മോൺസ്റ്റർ ഒരു ഗിറ്റാർ കൊടുക്കുന്നു. അച്ഛൻ അത് പ്ലേ ചെയ്തതും കുഞ്ഞ് ഹാപ്പി ആവുന്നു. ഇപ്പോൾ അവൾ വളർന്നതിന് ശേഷം കാണിക്കുന്നു. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അച്ഛനും അമ്മയും ഒരു കുഞ്ഞു മോൺസ്റ്ററിനെയാണ് അവൾക്ക് ഗിഫ്റ്റായി നൽകിയത്. അവൾ അത് കണ്ട് വളരെയധികം ഹാപ്പി ആവുന്നു. അവൾ മോൺസ്റ്ററിനൊപ്പം ജോളിയായി മ്യൂസിക് പ്ലേ ചെയ്യുന്നു. മാത്രമല്ല മുത്തശ്ശി കൊടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവളുടെ മോൺസ്റ്റർ വലുതാവുന്നു. പക്ഷെ അവൾ കാശ് ചിലവാക്കുമ്പോൾ മോൺസ്റ്റർ ചെറുതാവുന്നു. പക്ഷെ അവൾ അതൊന്നും കാര്യമാക്കുന്നില്ല. ഒരു ദിവസം അവളുടെ ഫേവറേറ്റ് സിംഗറിന്റെ മ്യൂസിക് ഷോ ടിവിയിൽ കണ്ടതും അവൾക്കും അതുപോലുള്ള കോസ്റ്റ്യൂം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അമ്മയോടത് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്നു. ദേഷ്യത്തിൽ മുറിയിലേക്ക് വന്നവൾ ആ സിംഗറിന്റെ ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. മാത്രമല്ല അവൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങുന്നു. ഓരോ പ്രാവശ്യവും അവൾക്ക് ആവശ്യമായത് കിട്ടുമ്പോൾ അവളുടെ മോൺസ്റ്റർ ചെറുതാവുന്നു. പെട്ടെന്ന് അവളുടെ മോൺസ്റ്ററിനെ കാണാതാവുന്നു. അവൾ ടെൻഷനായി എല്ലായിടത്തും അന്വേഷിക്കുന്നു. നോക്കുമ്പോൾ ഒരിടത്ത് ചെറിയൊരു പ്രകാശം കാണുന്നു. വന്നു നോക്കുമ്പോൾ ആ മോൺസ്റ്റർ അവശനായി കിടക്കുന്നു. അത് കണ്ടവൾ വളരെയധികം സങ്കടപ്പെടുന്നു. അപ്പോൾ റൂമിലേക്ക് വന്ന അച്ഛനും അമ്മയും അത് കാണുന്നു. തന്റെ തെറ്റ് മനസ്സിലാക്കിയവൾ ആ ഷോയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഉടനെ അവളുടെ മോൺസ്റ്റർ കണ്ണു തുറക്കുന്നു. പിറ്റേ ദിവസം അവൾ വാങ്ങിയ ഓരോ സാധനങ്ങളും മറ്റുള്ളവർക്ക് വിൽക്കുന്നതിനനുസരിച്ച് മോൺസ്റ്റർ വലുതാവാൻ തുടങ്ങുന്നു.